ഒമ്പതാം പ്രമാണം. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അന്യൻ്റെ ഭാര്യയെയോ ഭർത്താവിനെയോ മറ്റു വ്യക്തികളെയോ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? മൊബൈൽ ഫോൺ വഴി, ജോലി സ്ഥലത്ത് വെച്ച്, മറ്റു സ്ഥലങ്ങളിൽ വെച്ച് എല്ലാം അന്യരുടെ ജീവിത പങ്കാളിയുമായി തെറ്റായ രീതിയിലുള്ള സൗഹൃദം പുലർത്തിയിട്ടുണ്ടോ? നിയമപരമായ ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ച് മറ്റു വ്യക്തികളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കൂടെ ഉല്ലാസയാത്ര നടത്തുക, ഹോട്ടലിൽ താമസിക്കുക ഇവ ചെയ്തിട്ടുണ്ടോ? ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത പുലർത്തിയിട്ടുണ്ടോ? മൊബൈൽ ഫോൺ വഴി മറ്റൊരാളുടെ ജീവിത പങ്കാളിയുമായി തെറ്റായ രീതിയിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ലൈംഗിക താൽപ്പര്യ ഉദ്ദേശം മനസ്സിൽ വെച്ച് ആർക്കെങ്കിലും പണം വായ്പ നൽകുകയോ വീഡിയോ കോൾ വഴി ചാറ്റിംഗ് നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? സ്നേഹമുള്ളവരെ, നമ്മൾക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയെ മരണം വരെയും സ്നേഹിക്കുവാനും അവരോട് വിശ്വസ്തത പുലർത്തുവാനും സാധിച്ചിട്ടുണ്ടോ? സ്വയം ഒന്ന് വിലയിരുത്തി നോക്കാം. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹ ജീവിത ബന്ധങ്ങൾ തകരുന്നത് ജീവിത പങ്കാളിയോടുള്ള അവിശ്വസ്തത മൂലമാണ്. അത്തരം ഏതെങ്കിലും പാപങ്ങൾ സ്വന്തം കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം സ്വീകരിച്ച് നല്ലൊരു കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കാം. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.